ഹലോ മലയാളീസ് കേരളക്കാരെ എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ വന്നത് നിങ്ങളുമായിട്ടൊരു വിഷയം പങ്കുവെക്കാനാണ്. എനിക്ക് ഒരു മണിക്കൂർ മുമ്പ് ഒരു മെസ്സേജ് വന്നു. മുക്കാൽ മണിക്കൂറായിക്കണം. ഒരു മെസ്സേജ് വന്നു. അതായത് നമ്മുടെ കേരള മുഖ്യമന്ത്രിയുടെ മെസ്സേജാണ്. കേരളത്തിലെ സ്ത്രീകൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത. എല്ലാ മാസവും നിങ്ങൾക്ക് 1000 രൂപ വെച്ച് നമ്മുടെ പിണറായി വിജയൻ തരുമെന്നും പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് വന്നിരുന്നത്. അപ്പോൾ ഞാൻ ഈ മെസ്സേജ് കണ്ടിട്ടുടനെ ഞാനത് ആരോടാണ് കൺഫേം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ റേഷൻ കടക്കാരെ വിളിച്ചു. അപ്പോൾ എന്നോട് കക്ഷി പറയുന്നത് എന്തുവാ, അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയില്ല. റേഷൻ കടയുടെ അതിൽ നിന്ന് എനിക്ക് മെസ്സേജ് വന്നേക്കുന്നത്, നമ്മൾ റേഷൻ വാങ്ങിക്കുമ്പോൾ മെസ്സേജ് വരുമല്ലോ, അതെന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ എന്നോട് പറയുന്നത്, അതേ ഒരു പെൻഷനും ഇല്ലാത്ത 30 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള എല്ലാ സ്ത്രീകൾക്കുമാണ് കിട്ടുന്നതെന്ന് ആദ്യം പറഞ്ഞു. പിന്നെ പറഞ്ഞെന്താണെന്നറിയോ, വെള്ള റേഷൻ കാർഡുള്ളവർക്ക് കിട്ടില്ല, ചുമപ്പും പിന്നെ ഏതാണ്ട് പിങ്കും ഞാനും താഴെ ഉണ്ടല്ലോ, അവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. ഞാൻ ചോദിക്കുന്നത് മുഖ്യമന്ത്രിയോടാണ്. ഈ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്നത് നിങ്ങൾ ഒന്നിൽ OBCക്ക് അല്ലെങ്കിൽ ഇങ്ങനെ റേഷൻ കാർഡുള്ളവർക്ക്. ഈ റേഷൻ കാർഡ് ഉള്ളവരെല്ലാം വലിയ വീടുള്ളവരോ, വെള്ള റേഷൻ കാർഡിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് നേരത്തെ പിങ്ക് കാർഡായിരുന്നു, അതേ അവസ്ഥ തന്നെ ഇന്നും എനിക്ക്. പക്ഷേ എന്നോട് ചോദിക്കാതെ അവർ എൻ്റെ റേഷൻ കാർഡ് പിങ്കിൽ നിന്നും വെള്ളയിലേക്ക് മാറ്റി. എന്ന് വെച്ചാൽ ഞാൻ VIP ആണ്. എനിക്ക് തോന്നുന്നു എൻ്റെ തൊലി വെളുപ്പ് കണ്ടിട്ടോ അല്ലെ എൻ്റെ മുഖം കണ്ടിട്ടോ ഒക്കെ ആയിരിക്കും മാറ്റിയത്. കാരണം അല്ലാതെ എനിക്ക് ഇതുവരെ പ്രോഗ്രസ് ഒന്നും ഉണ്ടായിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. ഞാൻ ജീവിക്കുന്ന ഇന്നും വാടക വീട്ടിലാണ്. എനിക്ക് സ്വന്തമായിട്ട് വീടില്ല, എനിക്ക് കാറില്ല, എൻ്റെ പേര് ബാങ്ക് ബാലൻസും ഇല്ല, എനിക്ക് മെഡിക്കൽ ഇൻഷുറൻസ് പോലും ഇല്ല. എന്തെങ്കിലും അസുഖം വന്ന പൈസ കൊടുത്താൽ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത്. അതുകൊണ്ട് കൂടുതലും ഞാൻ പോകാതെ ദൈവത്തെ ആശ്രയിച്ചും കുറച്ച് മരുന്ന് വാങ്ങിക്കും, ബാക്കി ദൈവത്തെ വിളിച്ച് കരഞ്ഞൊക്കെ ഇങ്ങനെ കഴിയുന്നു. എന്തുകൊണ്ട് അവരെൻ്റെ റേഷൻ കാർഡ് മാറ്റിയെന്ന് എനിക്കറിയില്ല. എന്തായാലും അവർ ഈ ആനുകൂല്യങ്ങളെല്ലാം കൊടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനോടാണ് ഞാൻ പറയുന്നത്. ഈ ആനുകൂല്യങ്ങളെല്ലാം നിങ്ങൾ കൊടുക്കുന്നതൊക്കെ പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും പിന്നെ ഈ ചുമന്ന പിങ്ക് കാർഡും അതിന് താഴെയുള്ളവർക്കും. അപ്പം ഈ വെള്ളക്കാർഡ് ഞങ്ങളോട് ചോദിക്കാതെ, ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കാതെ നിങ്ങൾ ഈ കാർഡ് ഉണ്ടാക്കിയതിൻ്റെ രഹസ്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തിനു വേണ്ടിയാണ് ചെയ്തത്? നാളെ നോക്കി ചെയ്തതാണോ, ആരെങ്കിലും പറഞ്ഞു വന്നിട്ട് ചെയ്തതാണോ എന്നൊക്കെ മുഖ്യമന്ത്രി ഒന്ന് അന്വേഷിക്കണം. ഈ വെള്ളക്കാർഡുള്ളവരുടെയൊക്കെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് മുഖ്യമന്ത്രി നേരിട്ടൊന്ന് അന്വേഷിക്കണം. ഇങ്ങനെ കണ്ട ചിങ്കിടികളെ പറഞ്ഞു വിട്ട് അവന്മാർക്ക് ഇഷ്ടമുള്ളവരെ മാത്രമേ അവന്മാർ ചെയ്യത്തുള്ളൂ. ഞങ്ങളുടെ നാട്ടിൽ കുറേ ചിങ്കിടികളുണ്ട്, CPMൻ്റെ. അവരുടെ പാർട്ടിയിലുള്ളവർക്ക് മാത്രമേ അവർ ആനുകൂല്യങ്ങൾ ചെയ്യത്തുള്ളൂ. ഞാൻ ഒരു പാർട്ടിയിലും ഇല്ല, ഞാൻ ഒരു പാർട്ടിയുടെ മെമ്പറും അല്ല. ആര് നല്ലവരോ അവർക്ക് വോട്ട് കൊടുക്കും, അത്രയാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, ഈ ചെയ്തത് ന്യായമല്ല. ഞാനൊരു സ്ത്രീയാണ്, 50 കഴിഞ്ഞ സ്ത്രീയാണ്. നിങ്ങൾ ഈ 1000 രൂപ പെൻഷൻ കൊടുക്കുന്ന കേരളത്തിൽ ഇപ്പോൾ ഒരു നവംബർ മുതൽ തുടങ്ങുകയെന്ന് പറയുന്നു. ഇവിടെ ഞാനിപ്പം മഹാരാഷ്ട്രയിലാണ് വാടകയ്ക്ക് താമസിക്കുന്നത്. ഞാൻ ജോലിയൊന്നും ചെയ്യുന്നില്ല, വീട്ടിലിരിക്കുകയാണ്. പക്ഷേ മഹാരാഷ്ട്രയിലെ ഗവൺമെൻറ് സ്ത്രീകൾക്ക് 1500 രൂപ എല്ലാ സ്ത്രീകൾക്കും കൊടുക്കുന്നുണ്ട്, ഇവിടെ വാങ്ങിക്കുന്നുണ്ട്. എൻ്റെ കൂട്ടുകാരികളെല്ലാം വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല, കാരണം ഞാൻ ഇവിടുത്തുകാരി അല്ലാത്തതുകൊണ്ട്. മുഖ്യമന്ത്രി ഇത് ന്യായമാണോന്നൊന്ന് അന്വേഷിച്ചിട്ട് വേണം ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. ഈ പിങ്ക് കാർഡുള്ളവരൊക്കെ യോഗ്യത ഉള്ളവരാണോ? ഈ വെള്ള കാർഡുള്ളവരൊക്കെ വലിയ VIP-കളാണോ? മുഖം കണ്ടുകൊണ്ട് ആരെയും വിലയിരുത്തരുത്, ജാതി നോക്കിയും വിലയിരുത്തരുത്, പാർട്ടി നോക്കിയും വിലയിരുത്തരുത്. അപ്പം ഞാനിത്തിരി കറുത്തതായിരുന്നെങ്കിൽ എനിക്ക് ആനുകൂല്യങ്ങളെല്ലാം നിങ്ങൾ തന്നേനെ. ഇത്തിരി വെളുത്തതായതുകൊണ്ടായിരിക്കും എനിക്ക് ആനുകൂല്യം തരാൻ മടിക്കുന്നത്. കാരണം ഞാൻ പഞ്ചായത്തിലൊരു 2018 വെള്ളപ്പൊക്കം ഉണ്ടായപ്പം ഒരു കക്കൂസിൻ്റെ പണിക്ക് വേണ്ടി പഞ്ചായത്ത് കയറി ഇറങ്ങിയതാണ്. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോടെന്തോ പറഞ്ഞെന്നറിയാവോ, അതെ നിങ്ങൾക്ക് കിട്ടത്തില്ല, ഞങ്ങൾ ജനറൽ കാറ്റഗറിയിൽപ്പെട്ടവരാണ്. എന്നെപ്പോലെയുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ ഒന്നുമില്ലാതെ കേരളത്തിൽ വിഷമിക്കുന്നുണ്ട്. വലിയ വിഷമത്തോടെ ഞാനിത് പറയുന്നത്. ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് ബിലോ ആവറേജ് ജീവിക്കാൻ സാമ്പത്തികം ഇല്ലാത്തവർക്കും അസുഖമായിട്ടുള്ളവർക്കും ഒന്നും സഹായിക്കാനൊന്നും ആരുമില്ല. എവിടെ ചെന്നാലും അവർ ജാതി നോക്കിയാണ് ചെയ്യുന്നത്. ആ പാർട്ടിയുടെ CPMൻ്റെ ഒരു പ്രസിഡൻ്റായിരുന്നു. അപ്പം എന്നോട് ആദ്യം വോട്ട് ചോദിക്കാൻ വന്നപ്പോൾ അമ്മമ്മേ വോട്ട് തരണേന്നും പറഞ്ഞുകൊണ്ട് പല്ലും കാണിച്ചു വന്നു.
ഞാൻ ഓൾ ദ ബെസ്റ്റും പറഞ്ഞു വോട്ടും കൊടുത്ത് ജയിക്കുകയും ചെയ്തു. ജയിച്ചു കഴിഞ്ഞ് പുള്ളിയെ കാണുമ്പോഴത്തേക്ക് പുള്ളി തിരിഞ്ഞു പോകും. പഞ്ചാര അടിക്കാനാണ് വലിയ എടുക്കാം. എന്നിട്ട് എന്നോട് പറഞ്ഞ എന്തുവാ, നിങ്ങൾക്ക് കിട്ടത്തില്ല അമ്മാമ്മേന്ന്. അതെന്താ ഞങ്ങൾക്കെന്താ കുഴപ്പം? തൊലി വെളുത്തവർക്കൊന്നും ഒന്നും കൊടുക്കത്തില്ലേ സർക്കാർ? എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ ഇതിന് മറുപടി തരണം. മുഖ്യമന്ത്രി, ഇപ്പോൾ ഇരിക്കുന്ന മുഖ്യമന്ത്രിയോടാണ് ഞാൻ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ പേരിൽ എപ്പോഴും മെസ്സേജ് വന്നേക്കുന്നത്, ഞാൻ പിണറായി വിജയൻ കേരളത്തിലെ സ്ത്രീകൾക്കെല്ലാം 1000 രൂപ വെച്ച് മാസം കൊടുക്കുന്നെന്ന്. ഈ എല്ലാ സ്ത്രീകളും ഇതിൽ ഉൾപ്പെടുന്ന ആരൊക്കെയാണ്? OBCയും പട്ടികജാതിയും പട്ടികവർഗം ഉള്ളോ? ജനറൽ കാറ്റഗറിയിലുള്ളവരൊന്നും ഈ ആനുകൂല്യത്തിന് അർഹരല്ലേ? ഒരു മാസം 1000 രൂപ തരുമെന്ന് പറഞ്ഞത് വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ കിട്ടുന്നത് കളയണ്ടെന്ന് ഓർത്ത് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഉടനെ പറയുന്നു, ഒരു ആനുകൂല്യം, ഒരു പെൻഷനും ഇല്ലാത്തവർക്ക്. ഓക്കെ, എനിക്ക് ഒരു പെൻഷനും ഇല്ല. പിന്നെ പറയുന്നു, നിങ്ങളുടെ റേഷൻ കാർഡ് വെള്ളയാണെന്ന്. എടാ, റേഷൻ കാർഡ് മാത്രമല്ല ഉള്ളോ? അല്ലാതെ എൻ്റെ ബാങ്കിലൊന്നും ഒന്നും സമ്പാദിച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. എൻ്റെ വീട്ടിൽ കാറില്ലല്ലോ, എനിക്ക് വീടും ഇല്ലല്ലോ. ഞാൻ കഴിയുന്ന വീട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പുച്ഛിക്കും. 55-60 വർഷം പഴക്കമുള്ളൊരു ഷീറ്റിട്ട വീടാ. തറ മൊത്തം ചെതല. ഒരു സാധനം വീട്ടിൽ വെക്കാൻ പറ്റത്തില്ല. എല്ലാ മഴക്കാലത്തും ചെതൽ കയറി മൊത്തം നശിപ്പിക്കും. ഒരു വീട് വെക്കാൻ പോലും പഞ്ചായത്തിന് അപേക്ഷ ചെന്നിട്ട് അവർ പറഞ്ഞു ഇപ്പോൾ കിട്ടത്തില്ലെന്ന്. ഞാൻ ചെന്നതാ, അന്നേരം പറഞ്ഞു ഇപ്പോൾ കിട്ടത്തില്ലെന്ന്. എന്തിനാ സർക്കാരെ നിങ്ങളിങ്ങനെ വലിയ അധികാരിയെന്നും പറഞ്ഞ് നടക്കുന്നത്? വേണമെന്നവർക്ക്, അർഹതയുള്ളവർക്ക് ഒന്നും കിട്ടുന്നില്ല. നിങ്ങളുടെ കുറേ ചിങ്കിടികളുണ്ട് മുഖ്യമന്ത്രിയുടെ. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പഴയ കാര്യം എനിക്കിപ്പോൾ പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ചിങ്കിടികൾക്ക് മാത്രമേ ആനുകൂല്യങ്ങളെല്ലാം കിട്ടുന്നുള്ളൂ. അതാത് ദേശത്ത് പഞ്ചായത്തുകളിലുള്ള അവരുടെ ചിങ്കിടികൾ അവരുടെ ആൾക്കാർക്ക് മാത്രം ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത്. ഇപ്പം എനിക്ക് പാർട്ടി ഇല്ലാത്തതുകൊണ്ട് എന്നെ അവർ പാർട്ടിയിൽ കൂട്ടുന്നില്ല. പിന്നെ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇച്ചിരി കളറുള്ളതുകൊണ്ട് അവരെന്നെ പട്ടികജാതിക്കാരുടെ കൂട്ടത്തിലും കൂട്ടുന്നില്ല. അപ്പം ഞാൻ VIP ആണെന്നും പറഞ്ഞുകൊണ്ട് അവർ എനിക്ക് ഇഷ്ടം പോലെ വരുമാനം ഉണ്ടെന്ന്. എന്താണെന്ന് അറിയത്തില്ല. വരുമാനം ഉണ്ടെങ്കിൽ എൻ്റെ ബാങ്കിൽ കാണത്തില്ലയോ? അല്ല ഞാനൊരു വീട് വാങ്ങത്തില്ലയോ? അല്ല ഞാനൊരു വണ്ടി വാങ്ങിക്കത്തില്ലയോ? എനിക്ക് നടക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. ഇതൊന്നും എനിക്കില്ല. പക്ഷേ എന്നിട്ട് മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണ്? മുഖ്യമന്ത്രി തന്നെ പറയണം എന്നോട്. എന്താണ് ഞങ്ങളുടെ അയോഗ്യത? എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് തരാത്തത്? ഈ വെള്ളക്കാർഡ് ഉണ്ടാക്കി വെച്ചിട്ട് ഇനി ഒരു കാര്യം ചെയ്യും, അടുത്ത ഇലക്ഷന് നിങ്ങൾ വെള്ളക്കാർഡുള്ള ഒറ്റ മനുഷ്യനോടും നിങ്ങൾ വോട്ട് ചോദിക്കരുത്. അതിനുള്ള അർഹത നിങ്ങൾക്കില്ല. മുഖ്യമന്ത്രിയോടാണ് ഞാൻ പറയുന്നത്. ഈ മുഖ്യമന്ത്രി ഈ മെസ്സേജ് കാണുന്നത് വരെ നിങ്ങളിത് ഷെയർ ചെയ്യണം. പുള്ളി അറിയണം എന്താ നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്ന്. വെള്ളക്കാർഡുള്ളവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാൻ നിങ്ങൾക്ക് മടിയാണെങ്കിൽ, ജനറൽ കാറ്റഗറിയിലുള്ളവരെ നിങ്ങൾ ഒരു കാര്യത്തിനും പരിഗണിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ അവരോട് വോട്ട് ചോദിക്കാൻ നിങ്ങൾക്ക് ഒരു അർഹതയുമില്ല. കേരളത്തിലെ പാർട്ടിയോടാണ് ഞാൻ പറയും. ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയോടാണ് പറയുന്നത്. ഏത് പാർട്ടി ഭരിച്ചാലും ഞാൻ പറയും, വേണ്ടുന്നതുപോലെ വേണ്ടുന്ന ജനങ്ങൾക്ക് ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഞാൻ എന്നും പ്രതികരിക്കും. ആരായാലും ഞാൻ പ്രതികരിക്കും. തെറ്റ് എവിടെ കണ്ടാലും ഞാൻ പ്രതികരിക്കും. അതിപ്പോൾ എൻ്റെ മരണം വരെ, എൻ്റെ നാവ് എന്ന് വരെ ചലിക്കുന്നു, അന്ന് വരെ ഞാൻ പ്രതികരിക്കും. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് അത് കേട്ടപ്പോൾ. എനിക്ക് BP ഷുഗറും ഒരുപാട് പൈൽസിൻ്റെ ആണെങ്കിലും നട്ടലിൻ്റെ പ്രശ്നം, കിഡ്നിയുടെ പ്രശ്നം, കിഡ്നി സ്റ്റോണ്, ലിവർ ഫാറ്റ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് ആക്സിഡൻ്റൊക്കെ കഴിഞ്ഞതാണ്. ബ്ലഡ് തലയെ ക്ലോട്ടായതാണ്. ഒത്തിരി ആരോഗ്യ പ്രശ്നമുണ്ട്. ഞാനൊന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടി പറയുന്നില്ല. കാരണം മുഖ്യമന്ത്രിക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. അതിനൊന്നും ഞാൻ പൈസയും ചോദിക്കുന്നില്ല ആരോടും. എനിക്ക് ചികിത്സയ്ക്ക് വേണ്ട പൈസയും ഞാൻ ആരോടും ചോദിക്കുന്നില്ല. ഇല്ലെങ്കിൽ പോകത്തില്ല ഹോസ്പിറ്റലിൽ, അത്രയേ ഉള്ളൂ. മെഡിക്കൽ ഇൻഷുറൻസ് പോലും ഇപ്പോൾ എനിക്ക് കിട്ടത്തില്ല. ഞാൻ അപ്ലൈ ചെയ്താൽ 2 മാസം മുമ്പ് അവർ പറയും തരത്തില്ലെന്ന്. കാരണം എനിക്ക് അതുപോലെ ഒരുപാട് അസുഖങ്ങളുണ്ട്. മെഡിക്കൽ ഇൻഷുറൻസ് തരത്തില്ല. അപ്പം എന്ത് അസുഖം വന്നാലും ഞാൻ പൈസ മുടക്കണം ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ഉണ്ട്. എൻ്റെ കയ്യിലോട്ട് ബാങ്ക് ബാലൻസ് ഇല്ലതായി. മുന്നോട്ടുള്ള ജീവിതം പെട്ടെന്ന് ദൈവം വിളിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയോട് പറയുന്നത്, മുഖ്യമന്ത്രി മറുപടി തരണം. ജനറൽ കാറ്റഗറിയിലുള്ള ഒറ്റ മനുഷ്യരോട് മുഖ്യമന്ത്രി വോട്ട് ചോദിക്കാൻ പാടില്ല. കണക്കെടുത്തോ, സെൻസസ് എടുത്തോ, എത്ര പേര് ജനറൽ കാറ്റഗറിക്കാരുണ്ട്, എത്ര പേര് OBC ഉണ്ട്, എത്ര പട്ടികജാതിയും പട്ടികവർഗം ഉണ്ടെന്ന്. എന്നിട്ട് അവരോട് മുഖ്യമന്ത്രി വോട്ട് ചോദിച്ചാൽ മതി. ഞങ്ങൾ വെള്ളക്കാർഡുള്ളവരോട് ഞങ്ങൾക്ക് യോഗ്യതയും, വെള്ളക്കാർഡിനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങൾ VIP ഒന്നുമല്ല. ഈ കാണാനുള്ള ലുക്കേ ഉള്ളൂ. അല്ല ഞങ്ങളുടെ കയ്യിലൊന്നും പൂത്ത പണമോ കോടികളോ അഴിമതിയോ ഒന്നും ഇല്ല. ഞങ്ങൾ നേരായ വഴിയിൽ ജീവിക്കുന്നവരാണ്. അപ്പം ഞങ്ങൾക്ക് വേണ്ടി മുഖ്യമന്ത്രിക്ക് ഇതുപോലും ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ മുഖ്യമന്ത്രി വോട്ട് ചോദിക്കാനായിട്ട് ഒറ്റ ജനറൽ കാറ്റഗറിക്കാരുടെ അടുത്തോട്ടും വരരുത്. പട്ടികജാതിക്കാരുടെ അടുത്ത് പോയാൽ മതി. അല്ലെ പിങ്ക് കാർഡുള്ളവരോടും അതിന് താഴെയുള്ളവരോടും അടുത്തോട്ട് പോയാൽ മതി കേട്ടോ. എൻ്റെ ദേശീയമായത്. കാരണം എനിക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് പറയാൻ ഒരുപാടുണ്ട്. എനിക്ക് ഇന്നും ന്യായമായിട്ട് കാര്യങ്ങൾ നടത്തണം. അയോഗ്യമായത് മുഖ്യമന്ത്രി ഏതെങ്കിലും വീട്ടുകാരെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ടോ ഇതുവരെ? എപ്പോഴും ഇങ്ങനെ ഫ്ലൈറ്റും കയറി അമേരിക്കയിലും പോയി ചികിത്സിക്കുന്നുണ്ടല്ലോ.
ഒരൊറ്റ മനുഷ്യൻ്റെ ഈ ഭയങ്കര യോഗ്യരായിട്ടുള്ള VIP എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ആളുടെ വീട്ടിൽ പോയിട്ടുണ്ടോ? പിങ്ക് കാർഡുള്ളവൻ്റെ വീട്ടിൽ പോയി നോക്കിയിട്ടുണ്ടോ? ആ പിങ്കുകാരൻ്റെ വീട് പിങ്കിന് അർഹതപ്പെട്ടതാണോ അതോ വേറെ വല്ലതും ആണോ എന്ന് നോക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇതിനുള്ള മറുപടി എനിക്ക് കിട്ടണം. ഞാൻ കേരളത്തിലെ ജനങ്ങളോടാണ് പറയുന്നത്. അതും വെള്ള കാർഡുള്ള എല്ലാ മലയാളീസിനോടും പറയുക. അതുപോലെ ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ തരാതിരിക്കുന്നവരോടും പറയുക, നിങ്ങൾ വോട്ട് ചെയ്യരുത്, കൊടുക്കരുത്. ഒരു ഇലക്ഷൻ വെച്ചാൽ 75% മൊത്തം ജനസംഖ്യയുടെ 75% വോട്ടില്ലാതെ ആ പാർട്ടിയെ അസ്വാദമാക്കണം. 75% ജനങ്ങളെങ്കിലും വോട്ട് ചെയ്തിരിക്കണം ഒരു ഇലക്ഷൻ വന്നാൽ. മൊത്തം ജനസംഖ്യയുടെ അത്രയെങ്കിലും വോട്ടില്ലെങ്കിൽ ആ ഇലക്ഷൻ അസാധുവാക്കണം. എല്ലാ VIP-കളോടും ഞാൻ പറയുക, റേഷൻ കാർഡ് വെള്ളക്കാർഡുള്ള VIP-കളായിട്ടുള്ള ആൾക്കാരോട് അവർക്ക് അർഹതപ്പെട്ടൊന്നും സർക്കാർ കിട്ടുന്നില്ല, തെറ്റായ രീതിയിലാണ് അവരെ അവിടെ ചേർത്തിരിക്കുന്നത്. പിന്നെ ബാക്കി എനിക്ക് ഈ ജനറൽ കാറ്റഗറിയിലുള്ള സാധാരണക്കാരോട് പറയുക, നിങ്ങൾക്ക് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വോട്ട് ചെയ്യാവൂ. എനിക്ക് പറയാനുള്ളത് നിങ്ങളോട്, മുഖ്യമന്ത്രി സ്വയം നിരീക്ഷണം നടത്തട്ടെ, ആർക്കെന്തൊക്കെ ആനുകൂല്യം കിട്ടുന്നുണ്ടെന്ന്. വല്ലപ്പോഴൊക്കെ ജനങ്ങളെ ഇറങ്ങി കാണട്ടെന്നേ. പോകുന്നിടത്തെല്ലാം PPP അടിച്ച് പോലീസുകാരെയും കൂട്ടിക്കൊണ്ട് നടന്നാൽ പോരാ, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങണം. വോട്ട് ചോദിക്കാൻ നേരത്തെ ഇറങ്ങുന്നില്ലയോ കയ്യും കൊപ്പിക്കൊണ്ട്? പോൾ ഞാൻ താഴെ ഇങ്ങനെ ഇറങ്ങുന്നില്ലേ? ഏത് പാർട്ടിയായാലും ഞാൻ പറയുക, കയ്യും കൊപ്പി ഇറങ്ങുന്നുണ്ടല്ലോ. അപ്പം നിങ്ങളിത് ഈ സമയത്ത് നിങ്ങൾ പഞ്ചായത്തുകളിലുള്ള വില്ലേജുകളിലൊക്കെ ഇറങ്ങി VIP-കളായിട്ടുള്ള ആൾക്കാരെ ഒന്ന് കണ്ടുപിടിക്കും. ഈ വെള്ളക്കാടുള്ള VIP-കൾ ആരൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് നോക്കും. നിങ്ങളുടെ പാർട്ടിക്കാരെ നിർത്താറുണ്ട്, മറ്റുള്ള പാർട്ടിക്കാരെ നിർത്തിയാൽ മതി. നിങ്ങൾ ഇലക്ഷന് വേണ്ടിയിട്ട് ആൾക്കാരെ ഇറക്കുമ്പം നിങ്ങളുടെ പാർട്ടിയിലുള്ളവരെ വിടരുത്. ഈ VIP-കൾ ആരൊക്കെയാ, വരുമാനമുള്ളവരും അർഹതയുള്ളവരും ഒക്കെ ആരൊക്കെയാണെന്ന് മറ്റൊരു പാർട്ടിക്കാരെ വിടും. കാരണം നിങ്ങളുടെ പാർട്ടിയിലുള്ളവർ നിങ്ങളുടെ പാർട്ടിയിലുള്ള മെമ്പർസുമാരെ മാത്രമേ അതിനകത്ത് ഉൾപ്പെടുത്തത്തുള്ളൂ. അതുകൊണ്ട് മറ്റു പാർട്ടിക്കാരെ വിട്ട് അന്വേഷണം നടത്തും. ആർക്കൊക്കെ യോഗ്യതയുണ്ട്, ആരൊക്കെ യോഗ്യതയില്ലാതെ VIP ആയിട്ടുണ്ട്, ആരൊക്കെ യോഗ്യതയില്ലാതെ സർക്കാരിൻ്റെ ആനുകൂല്യം പറ്റുന്നുണ്ടെന്നൊക്കെ ഇതൊക്കെ അന്വേഷിക്കണം. വെറുതെ മുഖ്യമന്ത്രിയായിട്ടിരുന്നാൽ പോരാ. ഓക്കെ, നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം. കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറയുക, മലയാളീസായിട്ടുള്ള എല്ലാവരോടും പറയുക, നിങ്ങൾ ഈ മെസ്സേജ് ഷെയർ ചെയ്യണം. ആനുകൂല്യം കിട്ടാത്ത ഒരു കാര്യത്തിന് നിങ്ങൾ വോട്ട് കൊടുക്കരുത്. നിങ്ങൾ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് അർഹതപ്പെട്ടത് സർക്കാർ നിങ്ങൾക്ക് തരുന്നില്ലെങ്കിൽ നിങ്ങൾ വോട്ട് കൊടുക്കരുത്. ജനങ്ങളെ, നിങ്ങളോടുള്ള എൻ്റെ അപേക്ഷയാണത്.